നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കടത്തിയ 18 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് പിടികൂടി. ട്രെയിൻ വഴി കഞ്ചാവ് ഉൾപ്പെടെ വൻതോതിൽ മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് കടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന. പെരിന്തൽമണ്ണ നഗരസഭ വിജിലൻസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന. ക്രമക്കേടുകൾ കണ്ടെത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സ്ക്വാഡ്. കൊപ്പം തിരുവേഗപ്പുറയിൽ സോഫ നിർമ്മാണശാലയിൽ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. ആളപായമില്ല. തീയണച്ചത് ഫയർഫോഴ്സിന്റെ 6 യൂണിറ്റുകൾ എത്തി. ചെറുപ്പളശ്ശേരിയിൽ പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം തടയാൻ നഗരസഭ നടപടികൾ ശക്തമാക്കുന്നു. ക്യാമറകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ചതായി ചെയർമാൻ. ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കും. മലപ്പുറത്ത് മദ്യപസംഘം ഓടിച്ച കാറിടിച്ച് സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. തൂത സ്വദേശി 21-കാരനായ മുഹമ്മദാണ് മരിച്ചത്. ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ നിർത്തിയിട്ട വാഹനങ്ങളിലേക്ക് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി അപകടം. ശ്രീകൃഷ്ണപുരത്ത് നടന്നു വന്ന പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കലോത്സവം സമാപിച്ചു. ബാബ താള ലയങ്ങൾ തീർത്ത് സമാപന ദിനവും വിദ്യാർത്ഥികളുടെ മിന്നും പ്രകടനം. വിശദമായ വാർത്തകളിലേക്ക്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. താമ്പരം മംഗലാപുരം ട്രെയിനിൽ ബാഗിൽ ഒളിപ്പിച്ചു കടത്തിയ 18 കിലോഗ്രാം കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. ശനിയാഴ്ച ഉച്ചയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ പാലക്കാട് റെയിൽവേ പോലീസ് ഡിവൈഎസ്പി എം സന്തോഷ് കുമാറിന്റെയും ഷൊർണൂർ റെയിൽവേ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PV രമേശിന്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും ഷൊർണൂർ റെയിൽവേ SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 2 ബാഗുകളിലായി സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ട്രെയിൻ മുഖേന കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്ന സംഘങ്ങളെ പിടികൂടാൻ റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കിയ സാഹചര്യത്തിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ കഞ്ചാവ് പിടികൂടുന്നത്. കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായാണ് ലഹരിക്കടത്ത് സംഘം കഞ്ചാവുകൾ എത്തിക്കുന്നത്. പ്രതിയെ പിടികൂടാനായിട്ടില്ലെന്നും അന്വേഷണം ഊർജിതമാക്കുമെന്നും SI അനിൽ മാത്യു അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് എത്തിച്ചേർന്ന താമരം മംഗലാപുരം വണ്ടിയിലുണ്ട് 16-159 ട്രെയിനിൽ നിന്ന് 18 കിലോഗ്രാം കഞ്ചാവ് ഇന്ന് കണ്ടെത്തിയിരുന്നു. 2 ബാഗുകളായിട്ട് സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ്. പ്രതിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പരിശോധന തുടരുന്നു. പെരിന്തൽമണ്ണ നഗരസഭ വിജിലൻസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ CK വത്സന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ക്രമക്കേടുകൾ കണ്ടെത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ ഹെൽത്ത് വിജിലൻസ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം മാലിന്യമുക്തം നവകേരളം ശക്തിപ്പെടുത്തുന്നതിന് രൂപീകരിച്ച പെരിന്തൽമണ്ണ നഗരസഭ വിജിലൻസ് സ്ക്വാഡാണ് പെരിന്തൽമണ്ണയിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ മിന്നൽ പരിശോധന നടത്തിയത്. സിവിൽ സ്റ്റേഷൻ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ടെലികോം ഓഫീസ് തുടങ്ങിയ ഓഫീസുകളിൽ മിന്നൽ പരിശോധന നടത്തി. ക്ലീൻ സിറ്റി മാനേജർ CK വത്സന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഉറവിട മാലിന്യ സംസ്കരണം, അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറൽ, ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നതിന് ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസർമാരുണ്ടോ എന്നും സർക്കാർ മാലിന്യ ശേഖരണത്തിന് ഏർപ്പെടുത്തിയ സ്മാർട്ട് ഗാർബേജ് ആപ്പ് മുഖേനയാണോ കാര്യങ്ങൾ നടത്തുന്നത് എന്നും പരിശോധിച്ചു. പരിശോധനയ്ക്കിടെ തഹസിൽദാറുമായി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന് സിവിൽ ശുചിത്വ കമ്മിറ്റിയും ഓരോ ഓഫീസിനും ഓരോ ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസർ, നോഡൽ ഓഫീസർ എന്നിവരെ നിയമിച്ചിട്ടുണ്ടെന്നും ഒക്ടോബർ 2 മുതൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ, അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറൽ, വിപുലമായ രീതിയിൽ ഉറവിട മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കൽ, സ്ഥാപനങ്ങളിൽ QR കോഡ് പതിക്കൽ, സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ എന്നിവ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരങ്ങൾ കൈമാറി. മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥാപനങ്ങളിലും ജൈവമാലിന്യ ഉറവിടത്തിൽ സംസ്കരിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അജൈവമാലിന്യങ്ങൾ ഹരിതകർമ്മസേന കൈമാറുന്നുണ്ടോ, സ്ഥാപനത്തിന്റെ പൊതു ശുചിത്വ നിലവാരം എങ്ങനെയാണ്, അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ, ഓരോ സ്ഥാപനത്തിലും ഇത് സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം പരിശോധിക്കുന്നതിന് ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസർമാരുണ്ടോ എന്നിവ ലക്ഷ്യം വെച്ചാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം
അതുപോലെ തന്നെ നമ്മുടെ വിജിലൻസ് ആഭ്യന്തര വിജിലൻസ് നഗരസഭയുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിജിലൻസ് സ്ക്വാഡ് ഇന്ന് സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ പെരുന്തൽമണ്ണ നഗരസഭയിലെ മുഴുവനും സ്ഥാപനങ്ങളും പരിശോധിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഒക്ടോബർ 2 തന്നെ എല്ലാ അജൈവ മാലിന്യങ്ങളും ശേഖരിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയെ കൈമാറി നമ്മൾ മാലിന്യമുക്തം നവകേരളത്തിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മാറുക, സീറോ വേസ്റ്റ് പ്രദേശമായി ഓഫീസായി മാറുക, അതോടൊപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാത്തൊരു സ്ഥലമായിട്ട് ഒരു നഗരമായി മാറ്റിയെടുക്കുകയാണ് ഞങ്ങൾ ഈ സ്ക്വാഡിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. പൊതുവെ ഇന്നത്തെ പരിശോധനയിൽ എല്ലാ ഓഫീസുകളും ഇതിൽ പൂർണ്ണമായിട്ടും സഹകരിക്കുന്നതിന് പ്രത്യേകിച്ച് ബഹുമാന്യ തഹസിൽദാർ അതുപോലെ തന്നെ എല്ലാ ഓഫീസ് മേധാവികളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒക്ടോബർ 2 തന്നെ ഒരു പൊതുശുദ്ധീകരണം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് എല്ലാ മാസങ്ങളും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെ കൈമാറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ജൈവമാലിന്യങ്ങൾ ഓരോ സ്ഥാപനത്തിലും സംസ്കരിക്കുന്ന ബില്ലുകൾ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുഴുവൻ സ്ഥാപന മേധാവികളെന്ന് ഇന്നത്തെ പരിശോധനയിൽ അറിഞ്ഞു. അത് നേരത്തെ ഞങ്ങൾ വീടുകൾ പരിശോധിച്ചിരുന്നു. വീടുകളും സർക്കാർ സ്ഥാപനങ്ങളും കൃത്യമായ ഇനി ഇടവേളകളിൽ ഈ വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തും. ഹരിതകർമ്മസേനക്ക് കൈമാറുക എന്നത് കേരള മുനിസിപ്പൽ ആക്ടിലെ കൃത്യമായ നിയമമാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഖരമാലിന്യ പരിപാലന ചട്ടത്തിലുമൊക്കെ ഹരിതകർമ്മസേനക്ക് അല്ലെങ്കിൽ നഗരസഭ നിയോഗിക്കുന്ന ഗ്രൂപ്പുകൾക്ക് കൈമാറുന്ന നിയമമുണ്ട്. ഓരോ സ്ഥാപനങ്ങളും ഓരോ വ്യക്തികളും നിയമപരമായി കൈമാറണമെന്നുള്ളത് അവരുടെ പൂർണ്ണ ചുമതലയാണ്. അല്ലെങ്കിൽ 1000 മുതൽ 10,000 വരെ പിഴ ചുമത്താവുന്ന പ്രത്യേക വകുപ്പിലുണ്ട്. അതുപോലെ തന്നെ മാലിന്യം വേർതിരിക്കണം എന്ന് പറയുന്നതും കേരള മുനിസിപ്പൽ ആക്ട് 334 വകുപ്പുണ്ട്. മാലിന്യം ജലാശയത്തിൽ വലിച്ചെറിഞ്ഞാൽ 340 പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ്. ജൈവവാചകം വേർതിരിച്ചില്ലേ തന്നെ 50,000 വരെ പരമാവധി ശിക്ഷ നിയമമുണ്ട്. അതുകൊണ്ട് പരിശോധന കൃത്യമായി ഉണ്ടാവും. പരിശോധന സഹകരിക്കാത്ത സ്ഥാപനങ്ങളെ നമ്മൾ പ്രോസിക്യൂഷന് വിധേയമാവും. പിഴ ശിക്ഷ ഉൾപ്പെടെ നൽകും. തിരുവേഗപ്പുറ പൈലിപ്പുറത്ത് സോഫ നിർമ്മാണശാലയിൽ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ശനിയാഴ്ച രാവിലെ 6:30 മണിയോടെയാണ് സംഭവം. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ പൈലിപ്പുറത്തിന് സമീപം പ്രവർത്തിക്കുന്ന കസാരോ സോഫ ആൻഡ് ഇന്റീരിയൽ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. സോഫ നിർമ്മാണശാലയുടെ പിറകുവശത്തു നിന്നുമാണ് തീ പടർന്നത്. പുലർച്ചെ 2 മണിവരെ സ്ഥാപനത്തിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു. സംഭവ സമയം ഒരു തൊഴിലാളിയാണ് ഉണ്ടായിരുന്നത്. തീ പടരുന്നത് കണ്ട് ഇയാൾ പുറത്തേക്കിറങ്ങിയതോടെ ആളപായമുണ്ടായില്ല. തീയും പുകയും ഉയരുന്നത് കണ്ട് പ്രദേശവാസികൾ ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് കൊപ്പം പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു. 7:30ഓടെയാണ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയത്. തുടർന്നാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. അപ്പോഴേക്കും സോഫ നിർമ്മാണശാലയുടെ ഭൂരിഭാഗവും കത്തിയമർന്നിരുന്നു. ഷീറ്റിട്ട 3 ഷെഡുകളിലാണ് തീപിടുത്തമുണ്ടായത്. യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ചു. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും റെസ്ക്യൂ ടീമിന്റെയും മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്. തീ സമീപ പ്രദേശങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ടായിരുന്നു. 6:30 കൂടിയിട്ടാണ് നീക്കുന്നത്. നീച്ചതിന് ശേഷം പുറത്ത് ഇറങ്ങി മറ്റേ ഒരു കളിയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഒരു ടീമിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സ്കൂളിൻ്റെ. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് അവിടെ വടക്ക് ഭാഗത്ത് നിന്ന് തീ കാണുന്നത്. അത് കമ്പനിയുടെ പുറകുവശമാണ്. അവിടെ നിന്ന് ധാരാളം തീ ഉയരുന്നത് കണ്ടപ്പോൾ ഉടൻ തന്നെ കമ്പനിയിലുള്ളൊരു അവിടെ നിൽക്കുന്നൊരു പയ്യുണ്ട്, ഷെയ്ഫ് എന്ന പേര്, അവനെ വിളിച്ചു. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ, കത്തുന്നുണ്ട്, മാഷ് ഫയർഫോഴ്സിനെ വിളിക്കു പറഞ്ഞു. അപ്പോൾ ഫയർഫോഴ്സിനെ ആദ്യം വിളിച്ചപ്പോൾ പട്ടാമ്പിയിലെ ഓഫീസിൽ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല. അങ്ങനെയാണ് കൊപ്പ SIനെ വിളിച്ചു. കൊപ്പ SI ഇടപെട്ടിട്ടാണ് ഷൊർണൂരുമായി ബന്ധപ്പെട്ട് 3 യൂണിറ്റ് പെരിന്തൽമണ്ണ അതുപോലെ തിരൂര് ഒക്കെ ഉടനടി ബന്ധപ്പെട്ട് എല്ലാ വണ്ടികളും ഒരുമിച്ചാണ് എത്തിയത്. ഏകദേശം 7:45 എല്ലാ വണ്ടികളും എത്തി, 4-5 വണ്ടികൾ എത്തി. അതിനുശേഷമാണ് ഇത് അണയ്ക്കുന്ന പരിപാടി തുടങ്ങിയത്. അപ്പോഴേക്കും ഒരു ബിൽഡിംഗ് മുഴുവൻ കത്തിയമർന്നിരുന്നു. ആളുകൾക്ക് അവിടെ ആരും താമസം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇന്നലെ അവിടെ വേസ്റ്റ് ഒരു ലോഡ് കൊണ്ടുപോയിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഒരു ആഘാതം കുറച്ച് കുറയാനും സാധ്യമായി. എന്നിരുന്നാലും അപകടം ഉണ്ടായില്ല. കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ എത്താൻ കഴിഞ്ഞു. വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്.
ചെമ്പ്ര മലപ്പുറം സ്വദേശികളുടെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥാപനം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടായിരിക്കാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പട്ടാമ്പി, ഷൊർണൂർ, തിരൂർ, പെരിന്തൽമണ്ണ തുടങ്ങിയവിടങ്ങളിൽ നിന്നുമുള്ള 6 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റാണ് സംഭവസ്ഥലത്തേക്ക് എത്തിയത്. കൊപ്പം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മലപ്പുറത്ത് മദ്യപസംഘം ഓടിച്ച കാറിടിച്ച് സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. പെരിന്തൽമണ്ണ തൂത സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. മലപ്പുറം മച്ചിങ്ങലിൽ ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടം. പെരിന്തൽമണ്ണ തൂത സ്വദേശിയായ മുഹമ്മദ് ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ കാർ ഇടിക്കുകയായിരുന്നു. ഇടിച്ച കാറിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ ബികോം 2ാം വർഷ വിദ്യാർത്ഥിയാണ് മുഹമ്മദ്. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ ലക്കിടി കൂട്ടുപാതയിൽ വാഹനാപകടം. നിർത്തിയിട്ട വാഹനങ്ങളിൽ കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. പെട്രോൾ പമ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും ബൈക്കിലുമാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചത്. സമീപത്തെ പെട്ടിക്കടയിൽ ഇടിച്ചാണ് കാർ നിന്നത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന വളാഞ്ചേരി സ്വദേശി രാജശങ്കറിന് പരിക്കേറ്റു. ഇയാളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ബൈക്കിലും ഓട്ടോറിക്ഷയിലും യാത്രക്കാർ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ഒറ്റപ്പാലം അമ്പലപ്പാറ പാതയിൽ തിരുണ്ടി വളവിന് സമീപം ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ചുനങ്ങാട് പിലാത്തറ സ്വദേശി ഹാരിസിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സും എതിരെ വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. നിയന്ത്രണം വിട്ട ബസ് മതിലിൽ ഇടിച്ചാണ് നിന്നത്. കാർ ഓടിച്ചിരുന്ന ചുനങ്ങാട് പിലാത്തറ സ്വദേശി ഹാരിസിനാണ് പരിക്കേറ്റത്. ഇയാളെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുപ്പശ്ശേരിയിൽ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർ ഇനി കൂടുന്നു. പൊതുസ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള സമഗ്രമായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെയും സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും ഭാഗമായാണ് ചെറുപ്പശ്ശേരി നഗരസഭ സമഗ്രമായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിവരുന്നത്. പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കൽ, ബോധവൽക്കരണ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ക്വിസ്, ചിത്രരചനാ മത്സരങ്ങൾ, മിനി മാരത്തോൺ തുടങ്ങി വിപുലമായ പരിപാടികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയിലെ 13 ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഞായറാഴ്ച ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. കൂടാതെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതായി ചെയർമാൻ പി രാമചന്ദ്രൻ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മനോജ് കുമാർ എന്നിവർ പറഞ്ഞു. ഒക്ടോബർ 2 വരെ നടത്തുന്ന വിവിധ ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇന്ന് ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലുള്ള SPC കുട്ടികളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ടുള്ള മിനി മാരത്തൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനോടും അനുബന്ധിച്ചൊക്കെ തന്നെ വിവിധങ്ങളായ ക്യാമ്പയിനുകളാണ് നഗരസഭ ഏറ്റെടുത്തുള്ളത്. പൊതു ഇടങ്ങൾ ശുചീകരിക്കുക, ജലാശയ ശുചീകരണ പരിപാടികൾ, ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ക്വിസ് മത്സരങ്ങൾ, അതുപോലെ തന്നെ ചിത്രരചനാ മത്സരങ്ങൾ, സമൂഹത്തിലെ നാനാ തുറകളിലേക്കും സമൂഹത്തിൽ ജീവിക്കുന്ന വിവിധ തരങ്ങളിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഈ മാലിന്യ മുക്ത നവകേരളം ക്യാമ്പയിൻ്റെ സന്ദേശം എത്തിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്രയധികം ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നഗരസഭയിലെ വിവിധ 13 ക്ലബ്ബുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നാളെ അരങ്ങേറും. തുടർന്ന് ഒക്ടോബർ 2-ാം തീയതി നഗരസഭയുടെ എല്ലാ പ്രദേശത്തും മാലിന്യം വലിച്ചെറിയാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശത്തും CCTV ക്യാമറ സ്ഥാപിക്കുന്ന പ്രവർത്തനത്തിന് ഒക്ടോബർ 2-ന് തുടക്കം കുറിക്കും. അജൈവ മാലിന്യ സംസ്കരണം വിപുലമായി നടക്കുമ്പോൾ
ജൈവമാലിന്യം സംസ്കരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ വീട്ടിലേക്കും ബയോബിന്നുകൾ കൊടുക്കുന്ന പ്രവർത്തനവും ഈ മാസം തന്നെ ഞങ്ങൾ തുടങ്ങുകയാണ്. ചെർപ്പശ്ശേരിയെ മാലിന്യമില്ലാത്ത നഗരമാക്കി തീർക്കുക. കേരളം മാറുമ്പോൾ, നാട് മാറുമ്പോൾ അത് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നയിക്കാൻ ചെർപ്പശ്ശേരി ഒരുങ്ങിക്കഴിഞ്ഞതിൻ്റെ സൂചനകളാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കിട്ടുന്ന സഹകരണം കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരത്ത് നടന്നു വന്ന സഹോദയ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. സമാപന ദിവസവും ആവേശകരമായ മത്സരങ്ങളാണ് കലോത്സവത്തിൽ നടന്നത്. ശ്രീകൃഷ്ണപുരത്ത് കലയുടെ പകലിരവുകൾ സമ്മാനിച്ചാണ് 3 നാൾ നീണ്ടുനിന്ന കൗമാര കലാമേളയ്ക്ക് തിരശ്ശീല വീണത്. കൗമാരം നിറഞ്ഞാടിയ 3 ദിനങ്ങളാണ് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കടന്നുപോയത്. കലയുടെ പകലിരവുകൾ ശ്രീകൃഷ്ണപുരത്ത് വീണ്ടും നക്ഷത്രത്തിളക്കം തീർത്തു. ആവേശകരമായ മത്സരങ്ങളാണ് അവസാന ദിനമായ ശനിയാഴ്ചയും നടന്നത്. മലയാളി മംഗമാർ നിറഞ്ഞാടിയ തിരുവാതിരയും വെസ്റ്റേൺ മ്യൂസിക്കുമെല്ലാം കാണികൾക്ക് കലയുടെ കേളികൊട്ടൊരുക്കി. ഡൊമിനിക് സ്കൂൾ, സംഗീതശില്പം, കല്യാണ മണ്ഡപം എന്നിവിടങ്ങളിലായി 12 വേദികളിൽ 700-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ 3-ാം ദിനം മാറ്റുരച്ചു. സംഘഗാനം, മാപ്പിളപ്പാട്ട്, ഏകാംഗ നാടകം, ബാൻഡ് വാദ്യം, മൈം, പദ്യം ചൊല്ലൽ, ലൈറ്റ് മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, ഗിറ്റാർ എന്നീ മത്സരങ്ങളും സമാപന ദിനം കാണികൾക്ക് കലാവിരുന്നായി.
ചെറുപ്പശ്ശേരി ഉപജില്ലാ ചെസ് മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യന്മാരായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ. കാർൽമണ്ണ NNUP സ്കൂളിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നത്. ശനിയാഴ്ച രാവിലെ നഗരസഭാ കൗൺസിലർ രജനി മത്സരം ഉദ്ഘാടനം ചെയ്തു. AO രാജൻ മാസ്റ്റർ അധ്യക്ഷനായി. വളരെ നല്ല രീതിയിൽ നടക്കാൻ കുട്ടികളുടെ മനസ്സിന് വളരെ ഉണർവുണ്ടാവാനും അവർക്ക് മറ്റു ചിന്തകളിൽ നിന്നും അവരുടെ ബുദ്ധിശക്തി വർദ്ധിക്കാനും എല്ലാം ഉപകരിക്കുന്ന ഒരു കലയാണ്. ഇതിനെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. എല്ലാ കുട്ടികളും നല്ല വിജയത്തിലെത്തണമെന്ന് ആശംസിക്കുന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ PP പ്രസാദ്, PTA പ്രസിഡന്റ് രജീഷ, കായികാധ്യാപകൻ സുദീപ്, ക്ലിൻ മാത്യു എന്നിവർ സംസാരിച്ചു. AO രാജൻ മാസ്റ്റർ കരുക്കൾ നീക്കി മത്സരങ്ങൾക്ക് തുടക്കമിട്ടു. വിവിധ സ്കൂളുകളിൽ നിന്നായി ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ 60ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ സുദീപ് CV ഒന്നാം സ്ഥാനവും പുലാപ്പറ്റ MN KMGHSSലെ അഭിരാം AH രണ്ടാം സ്ഥാനവും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ അംജാദ് K മൂന്നാം സ്ഥാനവും നേടി. സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ നസ്ബ ഫാത്തിമ ഒന്നാം സ്ഥാനവും കാട്ടുകുളം AKN MMAM സ്കൂളിലെ സുവിധ EV രണ്ടാം സ്ഥാനവും ചെറുപ്പശ്ശേരി GVHSSലെ നീരജ T മൂന്നാം സ്ഥാനവും നേടി. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദർശനാഥ് MV ഒന്നാം സ്ഥാനവും കാട്ടുകുളം സ്കൂളിലെ കാർത്തിക് GK രണ്ടാം സ്ഥാനവും കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ അജിത് A മൂന്നാം സ്ഥാനവും നേടി. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ദീക്ഷിത MN ഒന്നാം സ്ഥാനവും ജിജിത V രണ്ടാം സ്ഥാനവും പുലാപ്പറ്റ MN KMGHSSലെ ലക്ഷ്മി കൃഷ്ണ മൂന്നാം സ്ഥാനവും നേടി. സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പുലാപ്പറ്റ സ്കൂളിലെ പ്രണവ് K ഒന്നാം സ്ഥാനവും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ അഖിൽ രാജ് T രണ്ടാം സ്ഥാനവും കല്ലുവഴി AUP സ്കൂളിലെ അഭിരാം KK മൂന്നാം സ്ഥാനവും നേടി. സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കാർൽമണ്ണ NNUP സ്കൂളിലെ അയന ഷനോജ് ഒന്നാം സ്ഥാനവും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ സിയാബ് രണ്ടാം സ്ഥാനവും കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ സമന്വയ S മൂന്നാം സ്ഥാനവും നേടി. ചെറുപ്പശ്ശേരി സബ് ജില്ലാ ചെസ് ടൂർണമെന്റിൽ അകക്കണ്ണിന്റെ വെളിച്ചവുമായി കരുക്കൾ നീക്കി റിജിൽ PJ. പരിമിതികളെ തോൽപ്പിച്ച് മുന്നേറുന്ന റിജിൽ ചെസ്സിൽ രാജ്യാന്തര റേറ്റിംഗിൽ ഉള്ള കളിക്കാരനാണ്. കാർൽമണ്ണ NNUP സ്കൂളിൽ വെച്ച് നടന്ന ചെറുപ്പശ്ശേരി സബ് ജില്ലാ ചെസ് ടൂർണമെന്റിൽ പൊതുവിഭാഗത്തിൽ മത്സരിച്ചാണ് കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കല്ലർ സ്മാരക മാതൃകാ അന്ധവിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി റിജിൽ VJ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ചെറുപ്പശ്ശേരി സബ് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കാഴ്ചപരിമിതിയുള്ള ഒരു വിദ്യാർത്ഥി പൊതുവിഭാഗത്തിൽ മത്സരിച്ചത്. കൊണ്ടോട്ടിയിൽ നടന്ന ദേശീയ സൗത്ത് സോൺ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് റിജിൽ കാഴ്ചവെച്ചത്. ചെസ്സിൽ രാജ്യാന്തര റേറ്റിംഗ് ഉള്ള കളിക്കാരനാണ് തൃശൂർ പാവറട്ടി സ്വദേശിയായ റിജിൽ. കോട്ടപ്പുറം ഹെലൻ കല്ലർ സ്മാരക മാതൃകാ അന്ധവിദ്യാലയത്തിലെ അധ്യാപകൻ ക്ലിൻറ്റ് മാത്യു, കാർൽമണ്ണ NNUP സ്കൂളിലെ കായികാധ്യാപകൻ സുദീപ് K ഗുപ്ത എന്നിവരാണ് റിജിലിന് പരിശീലനം നൽകുന്നത്. പ്രസിദ്ധ നാഗക്ഷേത്രമായ ചളവറ മുണ്ടക്കൂട്ടുകുരിശി പാതിരക്കുന്നത്ത് മന ഏർപ്പെടുത്തിയ 11ാമത് നാഗകീർത്തി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പുരസ്കാര സമർപ്പണ സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ആയില്യ മഹോത്സവത്തോടനുബന്ധിച്ചാണ് പ്രസിദ്ധ നാഗക്ഷേത്രമായ മുണ്ടക്കോട്ടുകുരിശി പാതിരക്കുന്നത്ത് മന നാഗകീർത്തി പുരസ്കാരങ്ങൾ നൽകി വരുന്നത്. 11ാമത് നാഗകീർത്തി പുരസ്കാര സമർപ്പണവും ആദര സമ്മേളനവുമാണ് ശനിയാഴ്ച മനയിൽ നടന്നത്. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. നാരായണമംഗലത്ത് രവീന്ദ്രൻ നമ്പൂതിരിപ്പാട് വേദം, പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി തന്ത്രം, MK രാമചന്ദ്രൻ സാഹിത്യം എന്നിവർക്കാണ് 11ാമത് നാഗകീർത്തി പുരസ്കാരങ്ങൾ നൽകിയത്. അടുത്തതായി വൈദ്യശാസ്ത്ര രംഗത്തിൻ്റെ ഏറ്റവും അത്യാധുനികമായ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോഴും എത്രയോ പേർക്ക് മാരകമായ രോഗങ്ങളും പകർച്ചവ്യാധികളും വരുന്നു എന്നുള്ളത് ഈ പ്രകൃതിയിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി നമുക്ക് ജീവിക്കേണ്ടി വരും. ഇവിടെ ഡോക്ടർ വളരെ വിശദമായി പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ലാഘവത്തോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തി നമുക്ക് പ്രകൃതിയിൽ ഒരവസരം തന്നതാണ് നമ്മുടെ ജീവിതം. അത് ഈ പ്രകൃതിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം
സർവ്വചരാചരങ്ങളും ഉള്ള ഈ പ്രകൃതിയിൽ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയും വിവേകവും ഉള്ളതെന്ന് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ ഉറക്കെ ശരിയാണ്, ബുദ്ധി വിവേകം നമുക്കുണ്ട്. പക്ഷെ ബുദ്ധിയില്ലായ്മയും വിവേകമില്ലായ്മയും കാണിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇപ്പോൾ മനുഷ്യനാണ്. കാരണം മൃഗങ്ങൾക്ക് ബുദ്ധികൾ കാണിക്കാറില്ല. ഇപ്പം നമ്മളുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത് എല്ലാ ജീവികളുണ്ട്. അതിലേറ്റവും ബുദ്ധിയുള്ളത് നമുക്ക് തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ നന്നായാൽ എന്താവും? മനുഷ്യൻ നന്നായി കഴിഞ്ഞാൽ ഈ നാട് നന്നാവും, നമ്മുടെ പ്രകൃതി നന്നാവും. അപ്പോൾ മനുഷ്യന് ഏറ്റവും വേണ്ടത് എന്താണ്? മനുഷ്യത്വമാണ്. ലേക്ക് ഷോർ ആശുപത്രിയിലെ പ്രശസ്തനായ ഓൺകോളജിസ്റ്റ് ഡോക്ടർ VP ഗംഗാധരൻ അധ്യക്ഷനായി. മുണ്ടയൂർമന ദിവാകരൻ നമ്പൂതിരി പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. ശങ്കരൻ നമ്പൂതിരി സമാദരണം നടത്തി. പാതിരിക്കുന്നത്ത് മന നൽകിവരുന്ന വിദ്യാഭ്യാസ സഹായ സമർപ്പണം രമണി അന്തർജനം നിർവഹിച്ചു. അകത്തേക്കുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരി, അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട്, KR സദാനന്ദൻ, KM ശ്രീധരൻ, അമൽ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആയില്യ മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും മനയിൽ നടന്നു. രാവിലെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ഒക്ടോബർ 3 മുതൽ 13 വരെ നടക്കും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവുമാണ് ഒക്ടോബർ 3 മുതൽ 13 കൂടി നടക്കുന്നത്. ഒക്ടോബർ 3 വൈകിട്ട് 4:30 നവരാത്രി ആഘോഷങ്ങൾ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. രാമചന്ദ്ര പുലവർ വിശിഷ്ടാതിഥിയാവും. തുടർന്ന് ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ നേതൃത്വത്തിൽ മാനസ ജപലഹരി ഭജൻ നടക്കും. 4 വൈകിട്ട് 6 പ്രഹ്ലാദ ചരിതം കഥകളി അരങ്ങേറും. 5 വൈകിട്ട് 4:30 യജ്ഞാചാര്യനെ പൂർണ്ണകുംഭം നൽകി ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആനയിക്കും. 5:30 ഭാഗവത മാഹാത്മ്യവും ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും നടക്കും. 6 രാവിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമാവും. കുറുവല്ലൂർ ഹരിനമ്പൂതിരി യജ്ഞാചാര്യനാവും. വൈകിട്ട് നൃത്തനൃത്യങ്ങളും അരങ്ങേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6:30 ക്ലാസിക്കൽ ഭജൻസ്, നൃത്തനൃത്യങ്ങൾ, ഭക്തിപ്രഭാഷണം, കലാപരിപാടികൾ എന്നിവ നടക്കും. 12 വൈകിട്ട് 6 സമാപന സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. ചേറമ്പറ്റ ദേവി പുരസ്കാരം സോപാന സംഗീത കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാറിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രം, കോതകുറിശി സ്ഥിതി ചെയ്യുന്ന ശ്രീ ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും സപ്താഹവും അതിവിപുലമായി ആഘോഷിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. 2024 ഒക്ടോബർ 3 മുതൽ 13 കൂടിയ ദിവസങ്ങളിലാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. യജ്ഞാചാര്യനായി ശ്രീ കുറുവള്ളൂർ ഹരി നമ്പൂതിരി, അദ്ദേഹമാണ് സപ്താഹാചാര്യനായിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഒക്ടോബർ 3-ാം തീയതി നവരാത്രി ആരംഭത്തിന് ഉദ്ഘാടകനായി ശ്രീ വിദ്യാധരൻ മാസ്റ്റർ, പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പങ്കെടുക്കുന്നു. വിശിഷ്ടാതിഥിയായി ശ്രീ പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന കർമ്മങ്ങൾ നടക്കുന്നത്. തന്നെ മാനസ ജപലഹരി എന്ന ഭജൻസ് പ്രോഗ്രാം ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ നേതൃത്വത്തിൽ അതിവിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. തുടർന്ന് കഥകളി, അതുപോലെ സോപാന സംഗീതജ്ഞൻ ശ്രീ ഏലൂർ ബിജു, പ്രശസ്ത സിനിമ സീരിയൽ അഭിനേതാവും ബഹുമുഖ പ്രതിഭയുമായ ക്രിസ് വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ ഭക്തി പ്രഭാഷണം. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം മാനേജർ M പങ്കജാക്ഷൻ, ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് S സുരേഷ്, സപ്താഹം ചെയർമാൻ KP ഗിരീഷ്, കൺവീനർ സത്യൻ ചേറമ്പറ്റ, കോർഡിനേറ്റർ സുധീർ പടിയത്തുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലം കഥകളി രംഗകലയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ലവണാസുരവധം കഥകളി അരങ്ങിലെത്തിക്കും. ഒക്ടോബർ 1 ലക്കിടി കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ സ്മാരക വായനശാലയിലാണ് കഥകളി നടത്തുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സദനം മണികണ്ഠൻ ഹനുമാനായും, സദനം ബാസി ലവനായും, സദനം മണികണ്ഠൻ കുശനായും, സദനം വിജയൻ സീതയായും അരങ്ങിലെത്തും. സദനം ശിവദാസ്, ശ്രീദേവൻ ചെറുമിറ്റം, ജിഷ്ണു അത്തിപ്പൊറ്റ, കലാമണ്ഡലം ബലരാമൻ, ശ്രീഹരി പനാവൂർ ചെണ്ടയിലും,
ചെറുപ്പുളശ്ശേരി ശിവൻ, സദനം ജയരാജ് എന്നിവർ മദ്ദളത്തിലും അകമ്പടിയേകും. പീശപ്പള്ളി രാജീവിന്റെ നേതൃത്വത്തിൽ കഥകളി സോദാഹരണ ക്ലാസും നടത്തും. പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡൽ രാമൻകുട്ടി നായരെ അനുസ്മരിക്കും. സാംസ്കാരിക സദസ്സ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M.R. മുരളി ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ പുരസ്കാരം ലഭിച്ച സദനം ബാലകൃഷ്ണനെ ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അത് ഈ വരുന്ന ഒക്ടോബർ മാസം 1-ാം തീയതി ലക്കിടിയിലുള്ള കുഞ്ചൻ സ്മാരക വായനശാലയിൽ വെച്ചിട്ടാണ് കഥകളിയുടെ ഈ വാർഷികാഘോഷം നമ്മൾ നടത്തുന്നത്. അന്ന് തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ സോദാഹരണ സദസ്സ് നമ്മുടെ ശ്രീ ഈശപ്പള്ളി രാജീവൻ ആണ് അത് നടത്തുന്നത്. അത് കഥകളിയെ സംബന്ധിച്ച് ആളുകൾക്ക്, അതായത് ഇതിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കഥകളി എന്താണ് എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ്. വളരെ പിന്നെ അതിൽ ഈ കഥകളിയിൽ വളരെയധികം പ്രാവീണ്യം നേടിയ നടനുമാണ്, വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീ പീശപ്പള്ളി രാജീവൻ. അദ്ദേഹമാണ് ഈ സോദാഹരണ ക്ലാസ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് 4 മണിയോടുകൂടി മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ M.R. മുരളി ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് ആദരിക്കുന്ന ചടങ്ങ്, അതായത് പത്മശ്രീ സദനം ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കുന്നുണ്ട്. രംഗശാല പ്രസിഡന്റ് T.Y. സോമസുന്ദരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് T. കാളിദാസ്, ട്രഷറർ M. സുഭാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് പൊതുവപ്പാടം മരുതംകാട് ST നഗർ റോഡ് നാടിന് സമർപ്പിച്ചു. MP ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച റോഡ് VK ശ്രീകണ്ഠൻ MP ആണ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തത്. കോട്ടാപ്പാടം കുമരംപുത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് പൊതുവപ്പാടം മരുതുംകാട് റോഡ്. മരുതുംകാട് ST നഗറിൽ എത്തിപ്പെടാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് റോഡിന് ഫണ്ട് അനുവദിച്ചത്. ഫണ്ടിന്റെ കുറവുണ്ടെങ്കിലും നാട്ടുകാരുടെ ആവശ്യത്തോട് മുഖം തിരിക്കില്ലെന്ന് ഉദ്ഘാടനം ചെയ്ത VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 10 ലക്ഷം കൂടെ വേണം. അന്ന് ഫണ്ടില്ലാതെ വളരെ പ്രയാസപ്പെടുന്ന സമയമായിരുന്നു. പക്ഷേ ഇവിടേക്ക് ST ഫണ്ട് പ്രയോജനപ്പെടുത്താന്നുള്ളത് കൊണ്ട് അതിൽ ഉള്ള തുക പൂർണ്ണമായിട്ടും വിനിയോഗിച്ചാണ് 30 ലക്ഷം അല്ലേ 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചത്. അതുകൊണ്ട് പൊതുവപ്പാടം മരുതംകാട് ST റോഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചായിട്ടുണ്ട്. ഇതിങ്ങനെ എക്സ്പ്രസ് വേഗത്തിൽ ഇവിടെ ഉള്ളവർക്ക് പോകാം. പണ്ട് നടന്നു പോകാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന പാവപ്പെട്ടവരായ ആളുകളാണ് അവിടെ താമസിച്ചിരുന്നവർ. പ്രത്യേകിച്ച് അവർക്കെല്ലാവർക്കും ഒരു ആശുപത്രി പോകാനാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിമിതികളുണ്ട്, ഫണ്ടിന്റെ ലഭ്യത ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണെങ്കിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന MP ആയിരിക്കില്ല പാലക്കാട് MP എന്ന് ഉറപ്പ് നൽകാൻ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജസീന അക്കര, രാജൻ ആമ്പാടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ റഫീന മുത്തനിൽ, പാറയിൽ മുഹമ്മദ് അലി, നിജോ വർഗീസ്, PM നൌഫൽ തങ്ങൾ, അരിയൂർ ബാങ്ക് പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് ടാറിംഗ് ഒക്ടോബർ 10-ന് ആരംഭിക്കും. N. ഷംസുദ്ദീൻ MLA വിളിച്ച ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഈ തീരുമാനം. റോഡ് നവീകരണം വൈകുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയും INTUCയുടെ നേതൃത്വത്തിൽ ധർണ നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് MLA KRFP ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും പൊതുപ്രവർത്തകരുടെയും യോഗം വിളിച്ചത്. റോഡിലെ പൊടിശല്യം കാരണം പ്രദേശത്തുകാരും യാത്രക്കാരും അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരമായി എല്ലാ ദിവസവും 3 തവണ റോഡിൽ വെള്ളം നനയ്ക്കാൻ തീരുമാനമായി. പഴയ ചെക്ക് പോസ്റ്റ് പരിസരത്ത് റോഡിന് മധ്യത്തിലൂടെ അഴുക്കുചാൽ നിർമ്മിക്കുന്നത് അശാസ്ത്രീയമായാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. എന്നാൽ ഈ ഭാഗത്തെ അഴുക്കുചാൽ സ്ലാബിട്ട് മൂടുമെന്നും ഇതോടെ റോഡിന് നിലവിലുള്ള വീതി ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇവിടെ കൂടുതൽ വീതി ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനും MLA ആവശ്യപ്പെട്ടു. റോഡിലെ കുഴി വലിയ പ്രശ്നമായി തുടരുകയാണെന്നും കുഴി അടയ്ക്കാനുള്ള നടപടി വേണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. 2023 മെയ് 23-നാണ് റോഡ് KRFP ഏറ്റെടുത്തത്. നിർമ്മാണ കാലാവധി തീർന്ന സാഹചര്യത്തിൽ അടുത്ത വർഷം മാർച്ച് വരെ കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. ഇതിനകം നാട്ടുകാർക്ക് പ്രയാസമില്ലാത്ത വിധം റോഡ് നവീകരണം പൂർത്തിയാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാരായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്കൊരു രൂപം ഉണ്ടാക്കണം. ഇതിപ്പോൾ റോഡ് പണി ആരംഭിച്ചു പകുതിയോളമായി. എന്നാൽ ഇത് പെട്ടെന്ന് പൂർത്തിയാക്കുകയും വേണം. അത് പൂർത്തിയാകാതിരിക്കാനും പറ്റില്ല. എന്നാൽ പൂർത്തിയാകുന്നത് വരെ നാട്ടുകാർക്ക് പ്രയാസം ഉണ്ടാവാനും പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ള പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. അതിലിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചത്,
ഇവരും കൂടി അംഗീകരിച്ചത് ഈ ഒക്ടോബർ 10 ഇപ്പം നമ്മൾ നേരത്തെ തീരുമാനിച്ച പ്രകാരമുള്ള ഭാഗത്ത് ടാറിങ് ആരംഭിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട സൗകര്യം AXC ആണ് ഉള്ളത്. ബന്ധപ്പെട്ട KRFB ഇതിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയും. കിഫ്ബിക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുന്ന കൂട്ടരാണ് KRFB, കേരള റോഡ് ഫണ്ട് ബോർഡ്. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണിത്. അപ്പോൾ അവർ 10-ാം തീയതി അത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് ആ നാട്ടുകാർക്ക് എടുക്കുന്ന ഒരു ഉറപ്പാണിത്. ഇവരൊക്കെ ഇപ്പോൾ നാട്ടുകാരെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇവിടെ ആക്ഷേപവും പ്രയാസവും സമരമൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10-ാം തീയതി ടാറ് ആരംഭിക്കുക. വെള്ളം ഇപ്പം 2 നേരം അടിക്കേണ്ടെന്ന് അവർ പറയുന്നത് അത് ശരിയുമാണ്. അത് 3 നേരമാക്കിയിട്ട് പരമാവധി പൊടി ശല്യം കുറയ്ക്കുക. പിന്നെ ഈ ചെക്ക് പോസ്റ്റിൽ ഉള്ള ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ആ ഡ്രെയിനേജ് ഇപ്പോൾ റോഡിന് നടുക്കൊക്കെയാണ് വരുന്നത്. അത് പൂർണ്ണമായും സ്ലാബിട്ട് മൂടി അതിൻ്റെ മേലെ ടാറ് ചെയ്യും. ആ ഡ്രെയിനേജ് പുറത്തേക്ക് കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പണികളിപ്പോൾ നടക്കട്ടെ. ഇനിയും അത് നമ്മുടെ ആശങ്ക കൂടുതലുണ്ടെങ്കിൽ കിഫ്ബിയിൽ നിന്ന് തന്നെ ആളെ വരുത്തിയിട്ട് നമുക്കത് പരിഹരിക്കണം. KRFB പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ പൊതുപ്രവർത്തകരായ PR സുരേഷ്, PV ഷൗക്കത്ത് അലി, കുരിക്കൽ സെയ്ദ്, ശ്രീവത്സൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിന്റെ കോൺവക്കേഷൻ ചടങ്ങ് വിപുലമായി നടന്നു. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ഷാലിജ് PR ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിലെ 2021-24 ബാച്ചിന്റെ കോൺവക്കേഷൻ പരിപാടിയാണ് ക്യാമ്പസിൽ വെച്ച് നടന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ഷാലിജ് PR ഉദ്ഘാടനം നിർവഹിച്ചു. CGPA 7.8, Ajmal Hussain T, CGPA 7. ഈ കോളേജ് മലബാർ പോളിടെക്നിക് ക്യാമ്പസ് ഈ ഡിപ്ലോമ എഡ്യൂക്കേഷനിൽ ചെയ്യുന്ന സേവനങ്ങൾ വളരെ ശ്ലാഘനീയമായതാണ്. ഈ ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ, ഒത്തിരി റിമോട്ടായിട്ടുള്ള ഏരിയയിൽ കുട്ടികൾ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുന്നു. കൂടാതെ ഈ വർഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്നുള്ളൊരു പുതിയ ബ്രാഞ്ച് കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാലഘട്ടത്തിനനുസൃതമായ കോഴ്സുകൾ ഈ കോളേജിൽ വരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഫെസിലിറ്റീസും മറ്റെല്ലാം തന്നെ കോളേജുകളിൽ കോളേജ് മാനേജ്മെൻറ്റ് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം വളരെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. വൈസ് ചെയർമാൻ മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. മലബാർ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ, പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രാജീവ് N, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ഡോക്ടർ വാസന്തി V, AI എഞ്ചിനീയർ പ്രദീപ്, കോളേജ് പ്രിൻസിപ്പാൾ മുഹമ്മദ് സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. നമ്മുടെ ഈ മേഖലയിൽ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ ബേസിക് ബ്രാഞ്ചിനോടൊപ്പം ആധുനിക നൂതന സാങ്കേതിക മേഖലയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും പുതിയ കോഴ്സ് തുടങ്ങി മഹത്തരമായ ഒരു ടെക്നിക്കൽ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുട്ടികളുമായിട്ട് സംവദിച്ചതിൽ നിന്നും അവർ ടീച്ചിങ് ലേണിംഗ് എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ടെന്നും കുട്ടികൾക്ക് അത്യാവശ്യം പ്ലേസ്മെൻറ്റ് കാര്യങ്ങളുമായിട്ട് മികച്ച പഠന നിലവാരത്തോടെയാണ് കുട്ടികൾ പുറത്തിറങ്ങുന്നതെന്ന് മനസ്സിലായി. മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ 2021-2024 ബാച്ചിൻ്റെ കോൺവക്കേഷനിൽ പങ്കെടുത്തു. ചെറുപ്പശ്ശേരി പോലുള്ളൊരു റിമോട്ട് ഏരിയയിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് നടപ്പാക്കിയ അലനല്ലൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ബമ്പർ നറുക്കെടുപ്പ് ഞായറാഴ്ച നടക്കും. രാവിലെ 10-ന് PV അൻവർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് വ്യാപാരി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം ഓണത്തിനാണ് അലനല്ലൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് രൂപം നൽകിയത്. മാരുതി ഇഗ്നിസ് കാർ ഉൾപ്പെടെ 1/4 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഫെസ്റ്റിവലിൽ ഒരുക്കിയത്. യൂണിറ്റിന് കീഴിലെ 1000-ഓളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പൺ വിതരണം ചെയ്തിരുന്നു.
ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ബമ്പർ സമ്മാനമായി കാർ ലഭിക്കുക. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വ്യാപാര ഭവൻ പരിസരത്ത് നടക്കുന്ന നറുക്കെടുപ്പ് PV അൻവർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് അറിയിച്ചു. സെപ്റ്റംബർ 29 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികനും വ്യവസായിയുമായ PV അൻവർ MLA നിർവഹിക്കുന്നതാണ്. അതിൽ പാലക്കാട് ജില്ലാ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു കോട്ടയിൽ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ KA ഹമീദ്, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സജ്ന സത്താർ, വൈസ് പ്രസിഡന്റ് ഐഷ B ആറാട്ടുതൊടി, പിന്നെ നമ്മളെ വാർഡ് മെമ്പർ മുസ്തഫ P തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജ്ന സത്താർ, ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കാർ കൂടാതെ മറ്റനേകം സമ്മാനങ്ങളുടെ നറുക്കെടുപ്പും വിതരണവും ഉണ്ടാകുമെന്ന് യൂണിറ്റ് വൈസ് പ്രസിഡന്റും ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ചെയർമാനുമായ സുബൈർ തുർക്കി അറിയിച്ചു. ഏകദേശം നമ്മളൊരു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാന പദ്ധതികളാണ് വിവിധ സീസണുകളിൽ നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്, അതിലൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ഞായറാഴ്ച നടക്കുന്ന സമ്മാനം എടുക്കുന്നതിൻ്റെ കൂടെ ഇത് കാറ് മാത്രമല്ല, ഒരുപാട് സാധനങ്ങൾ ക്രോക്കറി ഐറ്റംസ് ആയിട്ടും ഇലക്ട്രിക്കൽ, പിന്നെ അതുപോലെ ഫർണിച്ചേഴ്സ് ഐറ്റംസൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ വ്യാപാരത്തിന്റെ കടന്നുകയറ്റത്തിൽ നിന്നും ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഫെസ്റ്റിവലിന് രൂപം നൽകിയതെന്ന് ജനറൽ സെക്രട്ടറി PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ പറഞ്ഞു. ഓൺലൈൻ വ്യാപാരത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ ഈ വ്യാപാര മേഖല മാറിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ നമ്മളെ ഗ്രാമത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകരുന്ന അവസരത്തിൽ ആ വ്യാപാരങ്ങളെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വ്യാപാരി വ്യവസായി പ്ലാൻ ചെയ്തത്. അത് വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ സാധിച്ചു. ഇവിടുത്തെ ഉപഭോക്താക്കളും അലനല്ലൂരിലെ പൊതുസമൂഹത്തിൻ്റെയും പരിപൂർണമായ സപ്പോർട്ടോടുകൂടി ഈ പരിപാടി വിജയകരമാക്കാൻ കഴിഞ്ഞു. രാധാകൃഷ്ണൻ ഉണ്ണിയാൽ, PP രാജഗോപാൽ, ജെയിംസ് തെക്കേക്കൂറ്റ്, യൂസഫ് ചോലയിൽ, PK സുധീർ ബാബു, നാസർ കളത്തിൽ, ആരിഫ് തുവശ്ശേരി, യൂസഫ് സിറ്റി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. താഴേക്കോട് ശിഹാബ് തങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടി യൂത്ത് ലീഗ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മാന പെരുമഴയുടെ സമ്മാന വിതരണവും പാലിയേറ്റീവിന് വേണ്ടി യൂത്ത് ലീഗ് വാങ്ങിയ ആംബുലൻസ് സമർപ്പണവും നടന്നു. യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി നിരവധി രോഗികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന താഴേക്കോട് ശിഹാബ് തങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയിലേക്കുള്ള ധനസമാഹരണാർത്ഥം യൂത്ത് ലീഗ് സമ്മാന പെരുമഴ എന്ന പേരിൽ സമ്മാന കൂപ്പൺ നൽകിയിരുന്നു. ഈ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിച്ചവർക്കുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ, സ്മാർട്ട് വാച്ചുകൾ തുടങ്ങിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പാലിയേറ്റീവിന് വേണ്ടി യൂത്ത് ലീഗ് വാങ്ങിയ ആംബുലൻസും ചടങ്ങിൽ കൈമാറി. കരിങ്കലത്താണി സെന്ററിൽ നടന്ന ചടങ്ങ് യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന പ്രവർത്തനങ്ങൾ എത്രത്തോളം നമ്മുടെ നാടിന് ആവശ്യമാണ് എന്നുള്ളത് ഓരോ വ്യക്തികളും അവർ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന ആളുകൾക്കറിയാം ഓരോ വീടുകളിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന തുക കൊടുക്കാനൊക്കെ എല്ലാവരും തയ്യാറാണ്. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KV സാലിഹ് അമ്മിനിക്കാട് അധ്യക്ഷനായി. യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ വയനാട് മുഖ്യപ്രഭാഷണം നടത്തി. AK നാസർ, AK മുസ്തഫ, PT ഖാലിദ്, VP റഷീദ്, MT അഫ്സൽ, സിദ്ദീഖ് വാഫി, KM ഫത്താഹ്, അലി പുലാക്കൽ, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഉപാധ്യക്ഷൻ ഉബൈദ് ആക്കാടൻ, ട്രഷറർ അൻഷാദ് മുദ്രമണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. കൂപ്പൺ വിതരണത്തിലൂടെ 13 ലക്ഷം രൂപ താഴേക്കോട് ശിഹാബ് തങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് യൂത്ത് ലീഗിന് നൽകാൻ കഴിഞ്ഞു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. ചെറുപ്പശ്ശേരി ഷോറൂമിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് വിതരണം ചെയ്തു. സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസത്തിന്റെയും സുതാര്യതയുടെയും പര്യായമായി മാറിയ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മികച്ച ഓഫറുകളും സമ്മാന പദ്ധതികളുമാണ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നത്. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 15 വരെ ഒരു മാസം നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും പദ്ധതിയിലൂടെ നിരവധി ഭാഗ്യശാലികൾക്കാണ് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകിയത്. ശനിയാഴ്ച നടന്ന ചടങ്ങിൽ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി. ചെറുപ്പുളശ്ശേരി ബ്രാഞ്ചിൽ വെച്ച് നടന്ന പരിപാടിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്,
യൂണിറ്റ് വൈസ് പ്രസിഡന്റ് താഹിർ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുളശ്ശേരി ബ്രാഞ്ച് മാനേജർമാരായ മുഹമ്മദ് സ്വാലിഹ്, വിജയകുമാർ, സ്റ്റാഫ് പ്രതിനിധികളായ റിയാസുദ്ദീൻ, ഷിനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുളശ്ശേരി ബ്രാഞ്ച് ഈ പ്രാവശ്യം ഓണത്തിന് അവരുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി നടത്തിയ ഒരു നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് TV സമ്മാനമായി നൽകാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ് വിജയികളായ 5 ആളുകൾക്കുള്ള സമ്മാന ദാനമാണ് ഇന്നിവിടെ നടന്നത്. ചെറുപ്പുളശ്ശേരിയിൽ മാത്രമല്ല, കവിത ജ്വല്ലറി വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ വലിയ ഒരു ബിസിനസ് രംഗത്ത് വലിയ ഒരു അഭിവൃദ്ധിയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറഞ്ഞ കാലയളവ് കൊണ്ട് ഒട്ടനവധി ബ്രാഞ്ചുകൾ നമ്മുടെ പരിസരത്തുള്ള അങ്ങാടികളിലൊക്കെ വന്നു കഴിഞ്ഞു. പട്ടാമ്പിയിലും അതുപോലെ തന്നെ വടക്കഞ്ചേരിയിലുമൊക്കെ അടുത്ത കാലത്ത് മണ്ണാർക്കാടുമൊക്കെ വന്നു കഴിഞ്ഞു. ഇനി ജില്ല കടന്ന് മലപ്പുറം ജില്ലയിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞത്. തിരൂരും അതുപോലെ തന്നെ മലപ്പുറത്തൊക്കെ വരാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്, മഞ്ചേരിയിലൊക്കെ. അതിനുമപ്പുറം സ്റ്റേറ്റും കടന്നുപോയി. ഞാനിത് പറഞ്ഞത് സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വളർച്ച നേടാൻ വേണ്ടി കഴിയുള്ളൂ. ആധുനിക ലോകത്ത് എല്ലാവരും വലിയ ഇൻവെസ്റ്റ്മെൻ്റായി കാണുന്നത് സ്വർണ്ണമാണ്. ആ സ്വർണത്തിന് കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം കിട്ടുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സേവനങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് വിശ്വാസ്യതയുണ്ടാവുള്ളൂ. ഏതായാലും വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വളർച്ച നേടിയെടുത്തത് കവിത ജ്വല്ലറിയുടെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും വിശ്വാസ്യത കൺസ്യൂമറിൻ്റെ ഇടയിൽ ആഴത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് 1 മാസത്തോളമായിട്ട് കവിത ഗോൾഡ് ഡയമണ്ട്സിൻ്റെ എല്ലാ ഷോറൂമുകളിലും വെച്ച് നടന്ന നറുക്കെടുപ്പിൻ്റെ സമ്മാനദാനമാണ് ഇവിടെ നടന്നത്. ഇതുവരെ നമ്മളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കവിത ഗോൾഡ് ഡയമണ്ട്സിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂരിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കടത്തിയ 18 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് പിടികൂടി. ട്രെയിൻ വഴി കഞ്ചാവ് ഉൾപ്പെടെ വൻതോതിൽ മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് കടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന. പെരിന്തൽമണ്ണ നഗരസഭ വിജിലൻസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന. ക്രമക്കേടുകൾ കണ്ടെത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സ്ക്വാഡ്. കൊപ്പം തിരുവേഗപ്പുറയിൽ സോഫ നിർമ്മാണശാലയിൽ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. ആളപായമില്ല. തീയണച്ചത് ഫയർഫോഴ്സിന്റെ 6 യൂണിറ്റുകൾ എത്തി. ചെറുപ്പുളശ്ശേരിയിൽ പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം തടയാൻ നഗരസഭ നടപടികൾ ശക്തമാക്കുന്നു. ക്യാമറകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ചതായി ചെയർമാൻ. ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കും. മലപ്പുറത്ത് മദ്യപസംഘം ഓടിച്ച കാറിടിച്ച് സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. തൂത സ്വദേശി 21-കാരനായ മുഹമ്മദാണ് മരിച്ചത്. ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ നിർത്തിയിട്ട വാഹനങ്ങളിലേക്ക് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി അപകടം. ശ്രീകൃഷ്ണപുരത്ത് നടന്നു വന്ന പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കലോത്സവം സമാപിച്ചു. ബാബ താള ലയങ്ങൾ തീർത്ത് സമാപന ദിനവും വിദ്യാർത്ഥികളുടെ മിന്നും പ്രകടനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.